Hello, welcome back to my channel. I hope you all are doing good. അപ്പോൾ ഇന്നത്തെ വീഡിയോ is going to be about 10 കാര്യങ്ങൾ which cabin crew are not allowed to do or cabin crew are not supposed to be doing. Actually കുറേ കാര്യങ്ങളുണ്ട് cabin crew are not allowed to do on board or while they are on duty. അതിനകത്ത് നിന്നും 10 തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും cabin crewവിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജോബ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ളത്. Okay, first thing, crew are not allowed to lift bags up. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ക്യാബിൻ ക്രൂ ബാഗൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ചിലർ ആക്ച്വലി ഫ്ലൈറ്റിനകത്ത് കയറി വരുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ബാഗ് എടുത്ത് ഹാൻഡ് ട്രാക്കിൽ ഓവർ ഹെഡ് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കേണ്ടത് എന്നുള്ളത്. ഈവൻ ചില ആളുകൾ വന്നിട്ട് ചില സ്ത്രീകളൊക്കെ കുഞ്ഞ് ഹാൻഡ് ബാഗ് ആയിരിക്കും, എന്നിട്ട് പുട്ട് ദിസ് ബാഗ് അപ്പ് എന്ന് പറയും. ആസ് ഇഫ് ദേ തിങ്ക് ദാറ്റ് വി ആർ സപ്പോസ് ടു ബി ഡൂയിങ് ദിസ്. നമ്മളുടെ ഡ്യൂട്ടിയിലെയും റെസ്പോൺസിബിലിറ്റീൻ്റെയും ഒരു ഭാഗമാണ് ഈ ബാഗ് എടുത്ത് മേളിൽ വയ്ക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ചിന്ത. കമ്പനി പോളിസി അനുസരിച്ച്, ഏതൊരു കമ്പനിയിലാണെങ്കിൽ കമ്പനി പോളിസി അനുസരിച്ച് ക്യാബിൻ ക്രൂ ബാഗ് എടുത്ത് ഹാൻഡ് ട്രാക്കിൽ വയ്ക്കാൻ പാടില്ല. സിമ്പിൾ റീസൺ ബീയിങ്, ഈ ബാഗ്സ് ഒക്കെ എടുക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ നടുവൊടിയുകയാണ് എന്നുണ്ടെങ്കിൽ അത് കമ്പനി കവർ ചെയ്യത്തില്ല. സോ ബേസിക്കലി വാട്ട് ദേ ടെൽ us is നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ബാഗ് എടുത്ത് മേളിൽ ഹാൻഡ് ട്രാക്കിൽ വയ്ക്കുകയാണെങ്കിൽ കമ്പനി നിങ്ങൾക്കുണ്ടാവുന്ന ഹെൽത്ത് കൺസേൺസ് ഒന്നും കവർ ചെയ്യുന്നതല്ല. സോ പുവർ ക്യാബിൻ ക്രൂ ഇതിനെപ്പറ്റി ചിന്തിക്കണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഫ്ലൈ ചെയ്യുമ്പോൾ പ്ലീസ് ഡോണ്ട് ആസ്ക് എ ക്യാബിൻ ക്രൂ ടു ലിഫ്റ്റ് യുവർ ബാഗ്സ് അപ്പ് ആൻഡ് പുട്ട് ഇറ്റ് അപ്പ് ഇൻ ദ ഓവർ ഹെഡ് ബിൻ. ചിലപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആണുങ്ങളൊക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഇച്ചിരി പോകുന്ന ക്രൂവിൻ്റെ അടുത്ത് പറയും അതിനെടുത്ത് പൊക്കി മേളിലൊക്കെ വയ്ക്കാനായിട്ട്. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഇഫ് യു ക്യാൻ ക്യാരി യുവർ ബാഗ്സ് ടിൽ ദ എയർക്രാഫ്റ്റ് then you can lift it up and put it up in the overhead bin as well. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ക്യാബിൻ ക്രൂ ബാഗൊക്കെ എടുത്ത് മേളിൽ വയ്ക്കുന്നത്. അത് അവരുടെ മനസ്സിൽ തോന്നി ചെയ്യുന്നതാണ്. ഇപ്പം ബേസിക്കലി ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് വുമൻ വരികയാണ്, അല്ലെങ്കിൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾ വരികയാണ്, വളരെ വീക്ക് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ തീരെ പൊക്കം കുറഞ്ഞിട്ട് എത്തുന്നില്ല, മേളിൽ ഹാൻഡ് ട്രാക്കിൽ എത്താത്ത ഒരാളാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഹെൽപ്പ് ദെം. അത് നമ്മളുടെ മാത്രം ഇഷ്ടമാണ്. പക്ഷേ ഇഫ് യു ഗെറ്റ് എനി കൈൻഡ് ഓഫ് ഹെൽത്ത് കൺസേൺസ് ബിക്കോസ് ഓഫ് ലിഫ്റ്റിംഗ് ദാറ്റ് ബാഗ്, അത് കമ്പനി കവർ ചെയ്യത്തില്ല. അപ്പോൾ അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബാഗ് എടുത്ത് മേളിൽ വയ്ക്കാനായിട്ട്. അല്ലാതെ അവരുടെ ഡ്യൂട്ടിയുടെയോ റെസ്പോൺസിബിലിറ്റിയുടെയോ ഭാഗം അല്ല പാസഞ്ചേഴ്സിൻ്റെ ബാഗ്സ് ലിഫ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ക്യാബിൻ ക്രൂ ആർ നോട്ട് അലൗഡ് ടു റെസ്റ്റ് ഓർ സ്ലീപ്പ് ഇൻ ഷോർട്ട് ഫ്ലൈറ്റ്സ്. ചെറിയ ഫ്ലൈറ്റുകളാണെങ്കിൽ, അതായത് ഇപ്പോൾ ദുബായ് ടു കൊച്ചിൻ, അതൊരു 4 മണിക്കൂർ 4.5 മണിക്കൂർ ഫ്ലൈറ്റാണ്. ഈ ചെറിയ ഫ്ലൈറ്റ്സിൽ ക്യാബിൻ ക്രൂവിന് റെസ്റ്റ് ചെയ്യുന്നത് അലൗഡ് അല്ല. ജംപ് സീറ്റിലിരുന്ന് ഉറങ്ങുകയോ അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ സീറ്റിലിരുന്ന് ഉറങ്ങുന്നത് ഒട്ടുമേ അലൗഡ് അല്ല. പക്ഷേ കുറച്ച് വലിയ ഫ്ലൈറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ, ഒരു 6 മണിക്കൂറിൻ്റെ 5.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ആ ഫ്ലൈറ്റിനകത്ത് ക്യാബിൻ ക്രൂവിന് ഉറങ്ങാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ ക്യാബിൻ ക്രൂവിന് പാസഞ്ചർ സീറ്റ്സ് റിസർവ് ചെയ്ത് കൊടുക്കും. ആ സീറ്റിൽ മാത്രം ക്യാബിൻ ക്രൂവിന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. പക്ഷേ ഷോർട്ട് ഫ്ലൈറ്റ്സിൽ ക്യാബിൻ ക്രൂ ഇരിക്കുന്ന സീറ്റിലിരുന്നോ അല്ലെങ്കിൽ പാസഞ്ചർ സീറ്റിലിരുന്നോ ഉറങ്ങാനോ കണ്ണടച്ചിരിക്കാനോ റെസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. സോ ഷോർട്ട് ഫ്ലൈറ്റ്സിൽ ക്യാബിൻ ക്രൂവിന് റെസ്റ്റ് അലൗഡ് അല്ല. പിന്നെ ലോങ് ഫ്ലൈറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ അൾട്രാ ലോങ് ഹോൾ ഫ്ലൈറ്റ്സ്, വലിയ ഒരു 10-12 മണിക്കൂറുള്ള ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ആ ഫ്ലൈറ്റിനകത്ത്, ആ എയർക്രാഫ്റ്റിനകത്ത് ക്യാബിൻ ക്രൂവിന് ഉറങ്ങാനുള്ള സൗകര്യം എക്യുപ്ഡ് ആയിരിക്കും. ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട് ക്യാബിൻ ക്രൂ ഉറങ്ങുന്ന സ്ഥലം. ആ സ്ഥലത്ത് കറക്റ്റായിട്ട് റെസ്റ്റൊക്കെ അലോട്ട് ചെയ്ത് 3 മണിക്കൂറോ 4 മണിക്കൂറോ എങ്ങാനും ക്യാബിൻ ക്രൂ ഷിഫ്റ്റ് എടുത്ത് ടേൺ എടുത്ത് ഉറങ്ങാൻ പോകും. സോ അങ്ങനെയുള്ള ഫ്ലൈറ്റ്സിൽ മാത്രമേ ക്യാബിൻ ക്രൂവിന് റെസ്റ്റ് അലൗഡ് ഉള്ളൂ. കുഞ്ഞു ഫ്ലൈറ്റ്സിൽ ക്യാബിൻ ക്രൂവിന് റെസ്റ്റ് എടുക്കുന്നത് അലൗഡ് അല്ല. അടുത്ത കാര്യം ഇസ് chewing gum is not allowed in uniform. നമ്മൾ യൂണിഫോമിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന ടൈമിലോ ആണെങ്കിൽ ചിലർക്ക് അതൊരു ശീലമായിരിക്കും വായിക്കാതെ chewing gum ഇട്ടിങ്ങനെ ചവയ്ക്കുന്നത്. അത് ഭയങ്കര സ്റ്റൈലൊക്കെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡസൻറ്റ് ലുക്ക് പ്രൊഫഷണൽ അറ്റ് ഓൾ. സോ വെൻ യു ആർ ഇൻ ദ യൂണിഫോം യു ആർ നോട്ട് അലൗഡ് ടു ഹാവ് chewing gum. ഈ ഒരു കാര്യം നമ്മൾ പെട്ടെന്നങ്ങ് ഓർക്കാതെ ചെയ്യുന്ന കാര്യമാണ്. പലതവണ പല ക്രൂവിനും വാർണിംഗ് ലെറ്റർ വരെ കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. ഒരു കാരണവശാലും യൂണിഫോമിൽ ച്യൂയിങ് ഗം ചവയ്ക്കാൻ പാടുള്ളതല്ല. അങ്ങനെ എങ്ങാനും നിങ്ങളുടെ സീനിയേഴ്സ് അത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് റിപ്പോർട്ടഡ് ഫോർ ദാറ്റ്. അടുത്തത്
cabin crew are not allowed to assist any passenger in feeding them and also to use the washroom. വീൽചെയർ പാസഞ്ചർ ആണെങ്കിൽ വീൽചെയർ ഒക്കെ ഹെൽപ്പ് ചെയ്ത് ടോയ്ലറ്റിൻ്റെ അതുവരെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഒരു കാരണവശാലും ഈവൻ ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും ക്യാബിൻ ക്രൂവിന് ഒരിക്കലും ടോയ്ലറ്റിൻ്റെ അകത്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള ഹെൽപ്പൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും ക്യാബിൻ ക്രൂവിന് ഫീഡ് ചെയ്യാനുള്ള, ആഹാരം എടുത്തു കൊടുക്കാനുള്ള അനുവാദം ഇല്ല. ഓക്കെ, അടുത്ത കാര്യം, ക്യാബിൻ ക്രൂ ആർ നോട്ട് അലൗഡ് ടു റീഡ് മാഗസീൻസ്, അവരുടെ പേഴ്സണൽ ബുക്സ് ഇതൊന്നും ജംപ് സീറ്റിൽ ഇരുന്നു കൊണ്ട് വായിക്കാൻ പാടില്ല. ജംപ് സീറ്റ് എന്ന് പറയുന്നത് ക്രൂവിന് ഇരിക്കാനുള്ള സീറ്റാണ്. ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഇപ്പം ഫ്ലൈറ്റിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ആ സീറ്റിൽ ഇരിക്കാം. പക്ഷെ ആ സീറ്റിൽ പോയി ഇരുന്നു കൊണ്ട് മാഗസീൻ വായിച്ചുകൊണ്ടിരിക്കുകയോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അവരവരുടെ ടാബ്ലറ്റിൽ നോക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അലൗഡ് അല്ല. പേഴ്സണലായിട്ടുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുപോയി ഫ്ലൈറ്റിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷേ ദ ഓൺലി തിങ് വിച്ച് ഇസ് അലൗഡ് ഫോർ ദി ക്യാബിൻ ക്രൂ ടു റീഡ് ഇസ് ദ കമ്പനി റിലേറ്റഡ് മാഗസീൻസോ അല്ലെങ്കിൽ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സോ മാനുവൽസോ അങ്ങനെ എന്തെങ്കിലും വായിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ മാഗസീൻ വായിച്ചുകൊണ്ടിരിക്കുകയോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് പ്രൊഫഷണൽ. ഈവൻ ഫോൺസ് ആർ നോട്ട് അലൗഡ് ടു ബി യൂസ്ഡ് ഇൻ ഫ്ലൈറ്റ്. സാധാരണ ക്യാബിൻ ക്രൂവിന് ഫോൺ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ഒരു കാരണവശാലും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയോ ഫോൺ യൂസ് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും അലൗഡ് അല്ല ഫ്ലൈറ്റിൻ്റെ അകത്ത്. ഓൺലി സീനിയർ ക്യാബിൻ ക്രൂ ക്യാൻ യൂസ് ഇറ്റ്. അതും ഒഫീഷ്യൽ പർപ്പസിന് മാത്രമാണ് സീനിയർ ക്യാബിൻ ക്രൂവിന് ഫോൺ യൂസ് ചെയ്യാം. സീനിയർ ക്യാബിൻ ക്രൂവിന് മാത്രം ഈ കമ്പനി റിലേറ്റഡ് ഐപാഡ് യൂസ് ചെയ്യാനും ഫോൺ യൂസ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. പക്ഷേ ജൂനിയർ ക്യാബിൻ ക്രൂവിന് ആർക്കും ഫോണോ ടാബ്ലറ്റോ യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത കാര്യം, ക്രൂ ആർ നോട്ട് അലൗഡ് ടു ടേക്ക് ടിപ്സ് ഫ്രം പാസഞ്ചേഴ്സ്. ചില കൺട്രിയിലുള്ള ഒരു നൈസ് ജെസ്റ്ററാണ് അവർ കുറച്ച് ടിപ്പ് ആർക്കെങ്കിലും തരാം. അവരെ സെർവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഒരു ടിപ്പ് കൊടുക്കുക എന്നുള്ളത്. ഇറ്റ് യൂഷ്വലി ഡസൻറ്റ് ഹാപ്പൻ ഇൻ ഫ്ലൈറ്റ്, പക്ഷേ സംടൈംസ് ഇറ്റ് ഡാസ് ഹാപ്പൻ. ടിപ്പ് എന്തെങ്കിലും തരുവാണെങ്കിൽ പതുക്കെ അത് വാങ്ങി പോക്കറ്റിലിടാനായിട്ട് ക്യാബിൻ ക്രൂവിന് അലൗഡ് അല്ല. ഒരു തരത്തിൽ ആരും പണം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ക്യാബിൻ ക്രൂവിന് ആ പൈസ എടുക്കാനുള്ള അനുവാദം ഇല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഭയങ്കര വലിയ ഷെയ്ക്കൊക്കെ ട്രാവൽ ചെയ്യും. അപ്പോൾ അവർ എല്ലാ ക്രൂവിനും ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. അവർ ഡ്യൂട്ടി ഫ്രീ മാഗസീനൊക്കെ നോക്കിയിട്ട് അവർ ഡ്യൂട്ടി ഫ്രീ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴത്തേക്ക് ഈ ക്രൂവിനും കൂടെ ഇതൊക്കെ വാങ്ങിയിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. പക്ഷേ ഇപ്പോൾ ജനറലി പാസഞ്ചേഴ്സ് പണം എന്തെങ്കിലും ക്യാബിൻ ക്രൂവിന് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് അലൗഡ് ടു ടേക്ക് ഇറ്റ് ഫ്രം ദ പാസഞ്ചർ. അടുത്തത്, ക്രൂ ആർ നോട്ട് അലൗഡ് ടു റിമൂവ് എനി കൈൻഡ് ഓഫ് യൂണിഫോം ഐറ്റംസ് ആഫ്റ്റർ യു ലെഫ്റ്റ് യുവർ അക്കോമഡേഷൻ ആൻഡ് ബിഫോർ യു ഗെറ്റ് ബാക്ക് ഇൻ ടു ദ അക്കോമഡേഷൻ. അതായത് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ നമ്മൾ അക്കോമഡേഷനിൽ നിന്ന് പുറത്തിറങ്ങി ട്രാൻസ്പോർട്ടിൽ കയറിയതിന് ശേഷം നമ്മൾ യൂണിഫോം ഐറ്റംസ് ഒന്നും റിമൂവ് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് അറിയാമോ, ചില ക്രൂകൾ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നു. കാരണം ട്രാൻസ്പോർട്ടിലൊക്കെ ഇരുന്ന് സ്റ്റോക്കിങ്സ് ഒക്കെ ഊരി ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കാറുണ്ട്. ചിലർ സ്കാർഫൊക്കെ ഊരി കൈ റോളൊക്കെ സ്ലീവ്സ് ഒക്കെ റോൾ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷേ ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് നോട്ട് പ്രൊഫഷണൽ. അത് മാത്രമല്ല, പുറത്തു നിന്ന് ആരെങ്കിലും കാണുവാണെങ്കിൽ യു ആർ റെപ്രസെൻറ്റിംഗ് ദ എയർലൈൻ, സോ യു ഷുഡ് ഓൾവേസ് ബി പ്രൊഫഷണൽ ആൻഡ് യുവർ യൂണിഫോം ഷുഡ് ഓൾവേസ് ബി ഇൻ വെരി ഗുഡ് കണ്ടീഷൻ. സോ നമ്മൾ അവിടെ ഇവിടെയും ഇല്ലാത്ത രീതിയിൽ സ്കാർഫില്ലാതെയും അല്ലെങ്കിൽ സ്റ്റോക്കിങ്സ് ഇല്ലാതെ ഷൂസ് ഊരിയിട്ടിട്ടോ അങ്ങനെയൊന്നും ഏറ്റവും പാടുള്ളതല്ല. ഇപ്പോൾ എയർപോർട്ടിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഒരിക്കലും നമ്മുടെ യൂണിഫോം ഐറ്റംസ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. അടുത്ത കാര്യം ഇസ് ദാറ്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ ക്യാബിൻ ക്രൂവിനും പൈലറ്റ്സിനും ഒക്കെ അയ്യോ ഫ്ലൈറ്റിനകത്ത് മുഴുവൻ ഇങ്ങനെ ഒരു കാർട്ട് മുഴുവൻ ഇങ്ങനെ ആൽക്കഹോളൊക്കെ വെച്ചിരിക്കുന്നത്. ദേ മൈറ്റ് ബി ഡ്രിങ്കിങ് ഇൻ ഫ്ലൈറ്റ്. ഈവൻ പൈലറ്റ്സ് ഒക്കെ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ക്യാബിൻ ക്രൂ ഒക്കെ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നോ, while in uniform you are not allowed to drink alcohol at all. എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂട്ടി ട്രാവലിൽ നിങ്ങൾ ഫ്ലൈറ്റിൽ ഫ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ആൽക്കഹോൾ പോലും നിങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഓഫാണ് എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നതിലൊന്നും ഒന്നുമില്ല. അപ്പൊ ഫ്ലൈറ്റിന് പോകുന്നതിന് മുമ്പും റാൻഡമായിട്ട് ആൽക്കഹോൾ ടെസ്റ്റ് കാണാം. ഫ്ലൈറ്റിന് ശേഷവും റാൻഡമായിട്ട് ക്രൂവിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്യാം. സോ ക്യാബിൻ ക്രൂ ആർ ബേസിക്കലി നോട്ട് അലൗഡ് ടു ഡ്രിങ്ക് ആൽക്കഹോൾ വൈൽ ഇൻ യൂണിഫോം ഓർ ഓൺ ഡ്യൂട്ടി ട്രാവൽ. അടുത്തത്, ക്യാബിൻ ക്രൂ ഹാവ് സ്പെസിഫിക് മേക്കപ്പ് റെക്കമെൻഡേഷൻസ് ബൈ ദ കമ്പനി. ആ മേക്കപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം പലതരത്തിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിയും. ഇപ്പം എനിക്ക് പിങ്ക് ഐ ഷാഡോ ആണ് ഇടുന്നത് ഇഷ്ടമെങ്കിൽ വേറൊരാൾക്ക് ഗോൾഡ് ഐ ഷാഡോ ആയിരിക്കും ഇടുന്നത് ഇഷ്ടം. അപ്പോൾ
ക്യാബിൻ ക്രൂ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് എയർലൈനാണോ വർക്ക് ചെയ്യുന്നത് അവർക്ക് കുറച്ച് പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് കാണും. ഇപ്പം 5 കളർ ഓഫ് ഐ ഷാഡോ അവർ തന്നിട്ടുണ്ടായിരിക്കും. ഈ 5 കളർ ഐ ഷാഡോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 2-3 കളറിലുള്ള ലിപ്സ്റ്റിക്ക് മാത്രമേ അലൗഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ 2-3 കളർ മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കണ്ണെഴുതുകയും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉള്ള കളറിലുള്ള ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമുള്ള മേക്കപ്പ് ധരിച്ച് ജോബിന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ക്യാബിൻ ക്രൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരൊരു സെറ്റ് ഓഫ് ക്രൂ ഉണ്ടെങ്കിൽ അവർ ഏകദേശം എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നത്. കാരണം ഈവൻ മേക്കപ്പിന് പോലും അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇന്ന മേക്കപ്പ് എന്ന് നമുക്കൊരു ഗ്രൂമിങ്ങിൽ ഒരു ലിസ്റ്റ് ഓഫ് മേക്കപ്പ് ഐറ്റംസ് ക്യാൻ ബി യൂസ്ഡ് അത് അവർ തരും. അത് മാത്രമേ യൂസ് ചെയ്യാൻ അലൗഡ് ഉള്ളൂ. ഈവൻ തലമുടിയിൽ വയ്ക്കുന്ന പിൻസ് ഉണ്ടല്ലോ, ആ പിൻസ് പോലും എത്ര എണ്ണം വയ്ക്കാം എന്നുള്ളതിന് ഒരു റെഗുലേഷൻ ഉണ്ട്. അത്രയും മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ചിലർക്കാണെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ കുറേ ബേബി ഹെയർസ് ഒക്കെ ഉള്ളവർക്ക് കുറേ പിൻസ് വെച്ച് സെക്യൂർ ചെയ്താൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. കമ്പനിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എത്തിഹാദ് എയർവേസിലാണെങ്കിൽ 4 എണ്ണമേ വയ്ക്കാൻ പാടുള്ളൂ എന്നുണ്ട്. ഈ 4 എണ്ണത്തിൽ കൂടുതൽ ഒരെണ്ണമായി കഴിഞ്ഞാൽ സീനിയേഴ്സിനെ അതിനാണ് നിർത്തിയിരിക്കുന്നത്. അവർക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇല്ല, സീനിയേഴ്സ് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഓഫീസ് വഴി നടന്നു പോകുമ്പോൾ അവിടെ ആരെങ്കിലും ഒക്കെ പിടിച്ച് റിപ്പോർട്ട് ചെയ്യും. സോ ക്യാബിൻ ക്രൂ ജോബ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഐ ഹാവ് ടു ടെൽ യു ദിസ് ആസ് വെൽ. ക്യാബിൻ ക്രൂ ജോബിൽ പങ്ക്ച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 1 മിനിറ്റ് വൈകിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വാർണിംഗ് ലെറ്റർ കിട്ടിയെന്നിരിക്കും. അപ്പോൾ ഈ വാർണിംഗ് ലെറ്റേഴ്സ് 1, 2, 3 എണ്ണം ആകുമ്പോഴത്തേക്കും ടെർമിനേഷൻ ഉറപ്പായിട്ടും കിട്ടും. സോ you have to be disciplined, you have to be punctual, and you have to obey the rules and regulations set out by the company. സോ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ജോബും കൂടിയാണ് ഈ ക്യാബിൻ ക്രൂ ജോബ്. നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ ആ ഗ്ലാമറും അടിപൊളി ജീവിതമൊക്കെ ഉണ്ട്. പക്ഷേ there are certain rules and regulations which you have to follow. If you fail to follow these things, you can get in big trouble. അപ്പോൾ ഇതൊക്കെയാണ് ക്യാബിൻ ക്രൂവിന് അലൗഡ് അല്ലാത്ത 10 കാര്യങ്ങൾ. ഇതിനേക്കാളും കുറേ കാര്യങ്ങളുണ്ട് ക്യാബിൻ ക്രൂവിന് അലൗഡ് അല്ലാത്തത് ചെയ്യാൻ. പക്ഷേ എന്നാലും അതിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ലൈക്ക് ഇറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.